രോഗങ്ങൾ സമർപ്പിക്കട്ടെ, ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ, കടങ്ങൾ സമർപ്പിക്കട്ടെ. യേശുവേ എന്ന് ഉയർന്ന സ്വരത്തിൽ വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. എന്നാത്മാവിൻ സായുജ്യമേ, എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന ഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വസ്തി ലോകറാണി, കരങ്ങളുയർത്തി മാലാഖമാരുടെ റാണി, ഉടമ്പടിയിൽ ഞങ്ങൾ നിവേശിച്ച നിയോഗങ്ങള്, ആരാധനയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങള്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങള് എല്ലാം ഏറ്റെടുക്കണമേ. സ്വസ്തി സ്വർലോകറാണി, മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. നന്നായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും സമർപ്പിക്കട്ടെ. രോഗദുരിതങ്ങൾ, കടഭാരങ്ങൾ, ജീവിത വ്യഗ്രതകൾ, മക്കളെക്കുറിച്ചുള്ള ആകുലകൾ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ, കർത്താവേ ന്യൂനമർദ്ദത്തെക്കുറിച്ച് അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രളയബാധിതർ കഴിയുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, വിശ്രമിക്കുന്നവർ, കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രവാസനത്തിൽ ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കൃപചര്യ പ്രാർത്ഥിക്കുന്നു. ഓരോ ശുശ്രൂഷകളിലും സമർപ്പിക്കുന്ന നിയോഗങ്ങൾ സ്തുതി പോഴ്ചയുണ്ടായിരിക്കും. കർത്താവായ ദൈവമേ, അങ്ങയെ ആരാധിക്കുമ്പോൾ ആരാധനയ്ക്ക് ആവശ്യമായ വലിയ വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധനയ്ക്ക് ആവശ്യമായ വലിയ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധനയ്ക്ക് യോഗ്യമായ വലിയ പ്രത്യാശയായ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധനയ്ക്ക് യോഗ്യനെ എന്നുള്ള ഗാനം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. വെളിപാടിൻ്റെ പുസ്തകത്തിലെ മരണത്തെ ജയിച്ചു നിൽക്കുന്ന കുഞ്ഞാടിനെ സ്വർഗം മടങ്ങുന്നതും മാലാഖമാരെ തപ്പും കിന്നരവും കൊണ്ട് പാടിപ്പുകഴ്ത്തുന്ന മഹാ ആരാധ്യ സ്വർഗീയ സന്നിധാനങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയുണ്ട്.
അവൻ ഐസയായുടെ തിരുവചനങ്ങളിലും 6-ാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ മഹത്വം ദേവാലയം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വലിയ ആരാധനയുടെ, സ്വർഗീയ സൈന്യങ്ങളുടെ ആരാധനയുടെ വർണ്ണനകളുണ്ട്. അപ്പം ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവം ആരാധനയ്ക്ക് യോഗ്യനാകുമ്പോൾ തന്നെ അതിൻ്റെ കൗണ്ടർ പാർട്ട് ആരാധിക്കുന്നത് ആരാ, അവരും ആരാധനയ്ക്ക് യോഗ്യരായിരിക്കണം. നമ്മളും ആരാധനയ്ക്ക് യോഗ്യരായിരിക്കണം. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ദൈവത്തെ ആരാധിക്കാനുള്ള മിനിമം യോഗ്യത നമുക്കുണ്ടാവണം. നമ്മൾ ആരാധനയ്ക്ക് യോഗ്യമെന്ന് പറയുമ്പോൾ ദൈവത്തെ ആരാധിക്കാനുള്ള മിനിമം യോഗ്യത, അതാണ് പ്രാർത്ഥനയിലൂടെ ഇപ്പോൾ വെളിപ്പെട്ടത്. എന്താണ്? വിശ്വാസം. പിന്നെ എന്താണ് വിശ്വാസം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പം നമ്മൾ വിശ്വാസം എന്ന് പറയണില്ലേ, പക്ഷേ നമ്മളുടെ പല വിശ്വാസവും ആരാധനയ്ക്ക് യോഗ്യമല്ല. വചനത്തെക്കുറിച്ച് ക്ലാസ് കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ അതനുസരിച്ച് വളരണം. ആരാധനയ്ക്ക് യോഗ്യമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ ആരാധിക്കാൻ യോഗ്യത ലഭിക്കണ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തികളുടെ സ്ഥിരീകരണമുള്ള വിശ്വാസമാണ്. വിശ്വാസം 2 തരമുണ്ട്. ഒന്ന് തിയറട്ടിക്കൽ ഫെയ്ത്ത്, സൈദ്ധാന്തികമായ വിശ്വാസം. യേശു കർത്താവാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മതി. മറ്റത് പ്രാക്ടിക്കൽ ഫെയ്ത്ത്, പ്രായോഗിക വിശ്വാസം. അതെന്താണ്? സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള വിശ്വാസം. യാക്കോബിൻ്റെ ലേഖനത്തിൽ നെല്ലും പതിരും എല്ലാം തിരിക്കുന്നുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 2 തിരുവചനം 17, 2-ാം അധ്യായം 17-ാം വാക്യം. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലേ വിശ്വാസം എങ്ങനെയാണ് വരണതെന്ന്. വിശ്വാസം എങ്ങനെയാണ് വരണത്? വിശ്വാസം കേൾവിയിൽ നിന്നാണ് വരണത്. നമ്മൾ റോമാ 10:17 വായിക്കുമ്പോൾ ഒന്ന് പറഞ്ഞ്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ്. അപ്പം അറിവാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ വചനം കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അറിവിൻ്റെ ചക്രവാളങ്ങൾ വികസിപ്പിച്ചെടുക്കണം. എപ്പോഴും അറിവിൻ്റെ സബ്ജക്റ്റ് എന്താണ്? വിഷയം എന്താണ്? യേശുക്രിസ്തുവാണ്. അതാണ് വിഷയം. നിങ്ങൾ ആരാധനയ്ക്ക് വരുന്നില്ലേ? ഉടമ്പടി ധ്യാനമല്ലേ? ഉടമ്പടി ധ്യാനമാകുമ്പോൾ അച്ഛൻ എന്താ പറയണത്? ഒരു ധ്യാനം നിങ്ങളിവിടെ വന്ന് കൂടണം, ബാക്കി 5 ധ്യാനം മൊബൈലിൽ ലൈവായിട്ട് കൂടണം. ഇപ്പോഴാണെങ്കിൽ ഷാലോം TV-യിലും കൂടണം. എന്തിനാണ്? ഈ വിശ്വാസം വളരണം എപ്പോഴും അറിവിൽ നിന്നായിരിക്കും. അറിവ് എന്തിനെക്കുറിച്ചായിരിക്കും? യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഒന്ന് പറഞ്ഞ്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനുള്ള അറിവിൽ നിന്നുമാണ്. അപ്പം അറിവാണ് പ്രധാനപ്പെട്ടത്. ആരെക്കുറിച്ചുള്ള അറിവ്? എന്തിനെങ്കിലും കുറിച്ച്, ആരെങ്കിലും കുറിച്ച് കിട്ടിയാൽ പോരാ. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ യേശുക്രിസ്തു ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, അങ്ങയെക്കുറിച്ചുള്ള അറിവില് ഞങ്ങളെ വളർത്തണമേ. ഈ അറിവാണ് ശരിക്കും പറഞ്ഞ വിശ്വാസം. കർത്താവിനെ കുറിച്ചുള്ള അറിവ് ആണ് നമ്മൾക്ക്. അറിവ് കൂടുന്തോറും, കർത്താവിനെക്കുറിച്ച് അറിവ് കൂടുന്തോറും എന്ത് വരും? വിശ്വാസം കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ അറിവ് എപ്പോഴും വരണത് അഭിഷേക വിധി പ്രകാരമായിരിക്കണം. അതാണ് ഈ പരിശുദ്ധാത്മാവിനെ, കർത്താവിനെ കുറിച്ച് എന്തറിഞ്ഞാലും നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം വേണം. അല്ലെങ്കിൽ ഭൗതികമായ അറിവായി പോകും. ബുദ്ധിപരമായ അറിവായി കഴിഞ്ഞാൽ ആക്ഷൻ വരത്തില്ല. മറിച്ച് ഹൃദയപരമായ അറിവുണ്ട്. 2 അറിവുണ്ട്. ഇൻ്റലക്ച്വൽ നോളജ്, ഇമോഷണൽ നോളജ്. എക്സ്പീരിയൻസും അങ്ങനെയാണ്.
നമുക്ക് ബൗദ്ധികമായിട്ട് യേശു ഏകരക്ഷകനാണെന്ന് ബൗദ്ധികമായിട്ട് അറിയാം. പക്ഷേ യേശു ഏകരക്ഷകനാണെന്നുള്ളത് വൈകാരികമായിട്ട് കൂടി നമ്മൾ അറിയണം. ഇപ്പോൾ ആ എഞ്ചിനീയർ സാക്ഷ്യം പറഞ്ഞില്ലേ, ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, അദ്ദേഹം എന്താ പറഞ്ഞത്? എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു, കുറവായിരുന്നു. അപ്പം അദ്ദേഹത്തിന് എന്ത് വിശ്വാസമാണ് കിട്ടിയത്? ഇമോഷൻ നോളജ് കിട്ടി. ആ ലേസർ അടിക്കണ പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തത് ഇമോഷൻ നോളജാണ്, ഇൻ്റലക്ച്വൽ നോളജ് അല്ലത്. അത് വൈകാരികമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. ഫീൽ ചെയ്യണം. വിശ്വാസത്തിനൊരു ഫെയിലിംഗ് തലമുണ്ട്. എന്തിൻ്റെ? ഒരു അനുഭവ തലമുണ്ട്. ഈ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെയാണ്. നിങ്ങൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ ബൗദ്ധിക തലമല്ല, വിശ്വാസത്തിൻ്റെ വൈകാരികമായ തലമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, വിശ്വാസത്തിന്റെ വൈകാരിക തലമായ അനുഭവജ്ഞാനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നമ്മൾ ആദ്യം കണ്ടില്ലേ റോമ 10:17 എന്താ പറഞ്ഞത്? വിശ്വാസം കേൾവിയിൽ നിന്ന്, അല്ലേ? അപ്പോഴൊരു പ്രശ്നമുണ്ട് അതിൻ്റെ അകത്ത്, വളരെ ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. കാര്യം എന്താണ്? യാക്കോബ് പറയും വിശ്വാസം കേൾവിയിൽ നിന്നാണ്, പക്ഷേ കേട്ടത് മറക്കാനല്ലെന്ന്. കേട്ടത് മറക്കാനല്ല. യാക്കോബ് 1:25 കേട്ടത് മറക്കുവാനല്ല, പ്രാവർത്തികമാക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞ യാക്കോബ് 1:25 കേട്ടത് മറക്കാനല്ല, മറിച്ച് പ്രാവർത്തികമാക്കുവാനാണ്. തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. മനസ്സിലായില്ലേ? ഏത് വചനം? ഏതാണ്? യാക്കോബ് 1:25. ഇതാണ് ഇതിൻ്റെ പ്രായോഗികം, പുട്ടിൻ പ്രാക്ടീസ്. മറ്റത് എന്താണ്? തിയറി. സെൻറ്റ് പോൾ പറഞ്ഞത് എന്താണ്? സിദ്ധാന്തം. എന്താണ്? 10:17 എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന്. യാക്കോബ് പറയണത് ഈ കേൾവിയെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാം. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു കുഞ്ഞിനെ, 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ലേ? എന്നിട്ട് അവർ തുടങ്ങിയത് തന്നെ എങ്ങനെയാണ് തുടങ്ങിയത്? ഇതാണ് ഞങ്ങൾ കർത്താവ് ഇവിടുന്ന് തന്നതെന്നല്ലേ, അല്ലേ? അപ്പോൾ 10 കൊല്ലം അവർക്ക് കുഞ്ഞുങ്ങളില്ല, 10 കൊല്ലമില്ല കുഞ്ഞുങ്ങളെ. ഇപ്പോഴേ എനിക്കത് കേട്ടപ്പോൾ അത്ര വലുതാ. പണ്ട് കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുമായിരുന്നു. കാര്യം ഉടമ്പടി തുടങ്ങുന്ന മുമ്പ് ഇങ്ങനൊരു സാക്ഷ്യം വന്ന അപൂർവ സാക്ഷ്യമാണ്. പക്ഷേ ഇപ്പം അപൂർവ സാക്ഷ്യമല്ല, ഇത് സാധാരണ സാക്ഷ്യമാണ്. കാര്യം കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ സാക്ഷി 16 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരാണ്. 16 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ ഉടമ്പടി ചെയ്ത് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന്, ഈ കുഞ്ഞുങ്ങളൊക്കെ എവിടെ ഇരിക്കുകയായിരുന്നു? 16 കൊല്ലം കർത്താവിൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു, പിടിച്ച് മേടിച്ചാണത്. അമ്മ മാതാവിനെ കൊണ്ട് പറഞ്ഞു, ഈശോ ആ കുഞ്ഞിങ്ങോട്ട് ഇവർക്ക് കൊടുത്തേക്കട്ടെ നടന്നു. അമ്മ മാതാവ് ഇത്രേ പറഞ്ഞുള്ളൂ, 16 കൊല്ലമായി കുഞ്ഞിനെ കിട്ടത്തില്ല, ഈ ജന്മത്തെ അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല. പക്ഷേ ഈശോയുടെ അമ്മ പറഞ്ഞ്, ഈശോ ആ കുഞ്ഞിനെ കാനായിലെ കല്യാണത്തിനേക്കാൾ വലിയ സംഭവമാണത്. ഇല്ലാത്ത കുഞ്ഞിനെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് മേടിച്ച് തരിക. അത് കഴിഞ്ഞപ്പോൾ ഞാനവിടുത്തെ 16 കൊല്ലമല്ലേ, പിന്നെ ഉടനെ അവിടുത്തെ 11 കൊല്ലം വന്ന ഉടനെ 11 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരും കഴിഞ്ഞ ചൊവ്വാഴ്ച സാക്ഷ്യം പറഞ്ഞു. അതുകൊണ്ടാണ് അച്ഛൻ പണ്ട് ചോദിക്കുന്നത്, മക്കളില്ലെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും ഗർഭപാത്രം ഉണ്ടാന്ന് ചോദിക്കും. അതെടുത്ത് കളഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മിനിമം ഗർഭപാത്രം ഉണ്ടായാൽ മതി. കൗണ്ടില്ലേ അതൊന്നും നമുക്ക് പ്രശ്നമല്ല, കൗണ്ടൊക്കെ കർത്താവ് ഉണ്ടാക്കും. കൗണ്ട് എന്നൊക്കെ ഒരു പ്രശ്നമേ അല്ല.
നിനക്ക് അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, അത് നമുക്ക് പ്രശ്നമില്ല. നീ ഉണ്ടാകണം, നിനക്ക് ഗർഭപാത്രം ഉണ്ടാകണം, നിൻ്റെ ഭർത്താവ് ഉണ്ടാകണം, വേറെ ഒന്നുമില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ വചനമാണ്. എന്താ? ഈ കല്ലിൽ നിന്ന്. എന്നാ പിന്നെ എന്തിനാ കർത്താവ് അങ്ങനെ പറഞ്ഞത്? നമ്മൾ മത്തായിയുടെ 3:9 മത്തായിയുടെ 3:9 എന്താ പറഞ്ഞത്? ഈ കല്ലിൽ നിന്ന് അബ്രഹാത്തിന്റെ സന്തതികളെ ഞാൻ ജനിപ്പിക്കും. കൈ അടിച്ച് കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. കൈകൾ വീശി യേശു കർത്താവ് ജീവിക്കുന്നു. എല്ലാവരും പാടട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട വചനമാണെന്ന് ഞാൻ പറയണില്ല. എന്നെ വല്ലാതെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആകർഷിക്കണ ഒരു വചനമാണത്. കാര്യം നമ്മുടെ അടുത്ത് വരുന്ന പലരും ആൾക്കാരും കല്ല് പോലത്തെ ആൾക്കാരാണ്. കല്ലെന്ന് വെച്ചപ്പോൾ മക്കളുടെ കാര്യം മാത്രമല്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച 40 വർഷമായിട്ട് കല്യാണം നടക്കണില്ല. 40 വർഷമായിട്ട് കല്യാണം നടക്കാത്തവർ അപ്പോൾ ഒരു പക്ഷേ കല്യാണത്തോടുള്ള മതിയും കൊതിയൊക്കെ വന്നു പോകും. ഇനിയിപ്പോൾ കെട്ടിട എന്നാ തന്നെയാണ് ഇങ്ങനെ അങ്ങോട്ട് പോയേക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവിടെ സിറ്റുവേഷൻ അതല്ല. അങ്ങനെ അങ്ങോട്ട് പോണ സിറ്റുവേഷൻ അല്ല. കല്യാണം കെട്ടിട്ട് കൂട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാത്തൊരു കണ്ടീഷനാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകും. പക്ഷേ കല്യാണം കെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കല്യാണത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളില്ല. കല്ലാണ്. കല്യാണത്തിന് ലഭിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളില്ല. കല്ലാണ്. അത് അന്വേഷിക്കാൻ ആളില്ല, നോക്കാൻ ആളില്ല, നടപ്പിൽ വരുത്താൻ ആളില്ല, പോയി അന്വേഷിക്കാൻ ആളില്ല, കൊടുക്കാൻ ആളില്ല, ഒന്നിനും ആളില്ല. കല്ലാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മക്കൾ ഈ ഭൂമിയിൽ കല്ലാകുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുക, ഈ കല്ലാണ് നിൻ്റെ ജീവിതമെങ്കിലും ഞാൻ അതിൽ നിന്ന് സന്തതികൾ ഉണ്ടാക്കുമെന്ന്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നിങ്ങൾ ഒരു ആത്മാർത്ഥമായിട്ട് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താ? ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്, പക്ഷെ നമ്മളും ആരാധിക്കാൻ യോഗ്യത വീണ്ടെടുക്കണം. നമ്മൾ ആരാധിക്കാനുള്ള യോഗ്യത വീണ്ടെടുക്കുന്നത് ഒന്ന് വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസം 2 തരമുണ്ട്. സൈദ്ധാന്തിക വിശ്വാസമുണ്ട്, പ്രായോഗിക വിശ്വാസമുണ്ട്. പ്രായോഗിക വിശ്വാസം എന്താണ്? വചനത്തിന് സാക്ഷ്യം നൽകുന്നതാണ്. മക്കളെ, ഇതൊരു വെരി സീരിയസ് തിങ്ങാണ്. വചനത്തിന് സാക്ഷ്യം നൽകുക എന്നുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ കർത്താവിൻ്റെ പ്രവചനം എന്താണെന്ന്, വചനപ്രവചനം എന്താണെന്നറിയാവോ? ചുറ്റോട് ചുറ്റും നമുക്ക് ചുറ്റുമുള്ള സിറ്റുവേഷൻസ് മോശമാകുമ്പോഴേ, നമുക്ക് ചുറ്റും ഇപ്പോൾ കള്ളക്കേസിലാക്കപ്പെട്ട ആൾക്കാരുണ്ടാകും ഇല്ലേ? അതുപോലെ ഇന്ന് ഒരു ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ ചിന്തിക്കാൻ പാടാത്തൊക്കെ ചിന്തിക്കണം കേട്ടാന്ന് പറഞ്ഞു. ഞാൻ ചിന്തിക്കാൻ പാടില്ലാത്തതൊക്കെ ചിന്തിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ അവരോട് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്ന് പറയണില്ല. അത് ശരിയല്ലല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, അവിടെ വാദം വന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അകത്തേക്ക്. അപ്പോൾ അവിടെ ശക്തി പോകുന്നു, കഴിവ് പോകുന്നു, അവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, മറ്റുള്ളവരുടെ ആശ്രയമില്ല, ജീവിക്കാൻ പറ്റണില്ല. പല പല വിഷമതകളാണ്. ഞാൻ കുറേ നേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നിങ്ങോട്ട് പോരാട തിരക്കിലാണെങ്കിലും അവിടെ കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത്. കാര്യം കർത്താവിന് ഒരു നിമിഷം മതി ഇതൊക്കെ നേരെയാക്കുക. നിങ്ങളത് കേട്ടില്ലേ? ഒരിക്കൽ കാണുന്ന ക്യാൻസർ പിന്നെ കാണണില്ലല്ല. അതൊക്കെ കേൾക്കും. ആ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ പണ്ട് മോസസ് പറഞ്ഞത് ഞാൻ ഓർക്കും. നിങ്ങൾ ഇന്ന് വാക്കത്തിയുമായി നിൻ്റെ പെടലി വെട്ടാൻ വേണ്ടി പുറകെ ഓടുന്ന ഈജിപ്ഷ്യൻസിനെ നാളെ നീ കാണത്തില്ല. നീ നയിക്കപ്പെടുന്ന കർത്താവിൻ്റെ കൃപയാലാണ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. കഴിച്ചു പാടാം. കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, വിശ്വാസത്തിൽ വളർത്തണമേ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം. കൃപയാലേ കൃപയാലേ
ഹല്ലേലൂയ 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 സർവശക്തനായ ദൈവമേ ഹല്ലേലൂയ കർത്താവേ കൃപ ക്രൂശിക്കപ്പെട്ടവനെ ക്രൂശിക്കപ്പെട്ടവനെ തിരുവിലാവിൽ തിരുവിലാവിൽ മുറിവേറ്റവനെ മുറിവേറ്റവനെ മുൾക്കിരീടം ചൂടിയവനെ കർത്താവേ കർണത്തോന്നണമേ 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 കർത്താവേ കർത്താവേ ഓരോ മകനെയും സ്പർശിക്കണ കർത്താവേ ഓരോ മകളെയും സ്പർശിക്കണ കർത്താവേ തകർച്ച ബാധിച്ചവരെ കർത്താവേ ഇനിയൊരടി മുന്നോട്ട് പോകാൻ പറ്റാത്തവരെ കർത്താവേ അസ്ഥി രോഗികളെ കർത്താവേ വാത രോഗികളെ കർത്താവേ കിഡ്നി രോഗികളെ കർത്താവേ സ്പർശിക്കണമേ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധന സ്തുതി ഒഴിച്ചുകൊണ്ട് മക്കളെ എപ്പോഴും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പല കാര്യങ്ങൾക്കും എളുപ്പ വഴികളുണ്ട്. പല കാര്യങ്ങൾക്കും എളുപ്പ വഴികളുണ്ട്. കാര്യം വചനത്തിൽ രക്ഷയുടെ രഹസ്യങ്ങൾ നിറയണ പുസ്തകമാണ് വചനം. ഭൗതിക രക്ഷയായാലും ആധ്യാത്മികമായ രക്ഷയായാലും. അതുകൊണ്ടാണ് നിങ്ങൾ അരമണിക്കൂർ വെച്ച് വചനം വായിക്കണമെന്ന് പറയണത്. അരമണിക്കൂർ വെച്ച് വചനം വായിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അച്ഛന് ആ ഉടമ്പടി പ്രകാരമുള്ള വചന വായനയില്ലേ, അപ്പം നിങ്ങളിങ്ങനെ വായിച്ചിങ്ങനെ അരമണിക്കൂർ സമയം നോക്കി വായിച്ച് പോരുകയല്ലേ. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു 15 വാക്യമായിരിക്കും വായിക്കണത്, അത് തന്നെ പിന്നെ അരമണിക്കൂർ വായിച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ 20 വാക്യമാണ് വായിക്കണം വിചാരിച്ചോ, ആ 20 വാക്യം തന്നെ അരമണിക്കൂർ വായിച്ചേക്കണം. അപ്പോൾ എന്ത് പറ്റും? 20 വാക്യം 20 പ്രാവശ്യം വായിക്കാൻ പറ്റും. 20 വാക്യം 20 പ്രാവശ്യം വായിക്കാൻ പറ്റിയാൽ നമ്മുടെ ബുദ്ധിതലങ്ങളിലെല്ലാം വചനം നിറയും. എന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനും വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണ് സംസാരിക്കുന്നത്? വർഷങ്ങളായിട്ട് വചനം വായിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ കർത്താവ് വചനം ഓർപ്പിച്ച് തരും. മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ്, ഇപ്പോൾ ഇത് ദമ്പതി കൂട്ടായ്മയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് ജീവിക്കുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ നമുക്ക് വെറുക്കണമെങ്കിലും ഉപേക്ഷിക്കണമെങ്കിലും കുറേ കാര്യങ്ങൾ കിട്ടും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ ജീവിത പങ്കാളിയോട് നമ്മൾ ജീവിക്കുകയാണ്. മറ്റ് പുരുഷന്മാരും മറ്റ് സ്ത്രീകളുമായിട്ട് നമ്മുടെ ജീവിത പങ്കാളിയെ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മനുഷ്യനെ ഉപേക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീയെ ഉപേക്ഷിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 100 കാര്യങ്ങൾ കിട്ടും. പക്ഷേ ഈ വ്യക്തിയെ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ, ഇപ്പം ഇന്നാളെ ഒരു ഉപേക്ഷ വന്നത് എങ്ങനെ അറിയാവുക? അതായത് ഈ മനുഷ്യ അച്ഛൻ ഞാൻ മടുത്ത് ഇയാളെ കൊണ്ട് ഞാൻ മടുത്ത്, ഇനി ഇങ്ങനെ കെട്ടിയത് തന്നെ ഇപ്പോൾ ഒരു വലിയ കഷ്ടമായിരിക്കും. കെട്ടേണ്ട കാര്യമില്ലായിരുന്നു, വെറുതെ വീട്ടിൽ നിന്നൊക്കെ സമാധാനം എങ്ങനെ കിട്ടിയേനും. അത് സത്യമാണ്. 50% ചേട്ടത്തിമാരും വെറുതെ വീട്ടിൽ നിന്നെങ്കിൽ സമാധാനം കിട്ടിയേനെ. സത്യമാണത്, ഇല്ലേ? കിട്ടിയ സമാധാനം ഉണ്ടാക്കിയതാണ്. ഇതാണ് ലൈഫ്. ഇപ്പം മക്കളുടെ കാര്യം എടുത്താൽ തന്നെയും നമ്മൾ ഒരിക്കലും നമുക്ക് ഈ വിഷയങ്ങളൊന്നും നമുക്കൊരു സമാശ്വാസത്തിലല്ല പോണത് കാര്യങ്ങൾ. പല മക്കളെ കൊണ്ട് ഒത്തിരിയേറെ വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അപ്പം നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ വലിയൊരു വിളി എടുത്തതെന്ന് തോന്നാം. ഇപ്പം ചില കന്യാസ്ത്രീമാർക്ക് തോന്നിയിട്ടില്ലേ അങ്ങനെയല്ല ഹൈക്കോടതി വായിക്കുന്ന ഇറങ്ങണത്?
ഇത് അവർക്ക് തോന്നി, ഇപ്പോഴാണ് തോന്നിയത് ഈ വിളി എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ കണക്ക് പഠിപ്പിച്ചിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കണക്ക് സുവോളജിയൊക്കെ പഠിപ്പിക്കണേ വീട്ടിൽ ഇരുന്ന് പഠിപ്പിച്ചാൽ മതി, കെട്ടിയെടുത്ത് മടത്തി പോകണ്ട. ഇതൊന്നും പഠിക്കേണ്ട സ്ഥലമല്ല, ഇതൊന്നും പഠിപ്പിക്കേണ്ട സ്ഥലമല്ല. അത് പഠിക്കേണ്ട കാര്യം പഠിക്കാതിരിക്കുകയും പഠിക്കേണ്ടാത്തത് പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരണത്. സഭയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തുവേ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും. അപ്പോഴേ നമ്മൾക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാതിരിക്കണമെങ്കിൽ, പിരിയണില്ല, പക്ഷെ സ്നേഹിക്കാതിരിക്കണമെങ്കിൽ, നമ്മുടെ ജീവിത പങ്കാളിയെ നമുക്ക് സ്നേഹിക്കാതിരിക്കണമെങ്കിൽ നമുക്കൊരു1000 കാര്യം കിട്ടും. ഒരു കുഴപ്പമില്ല. കാര്യം എന്താ പറഞ്ഞത്? അയാൾക്കിപ്പോൾ അയാളുടെ അമ്മ പറയണത് അയാൾ കേൾക്കത്തുള്ളൂ. പിന്നെ എന്നാ തന്നെ ഞാൻ പറയും, നിങ്ങൾ ഞാൻ അമ്മയുടെ കൂടെ പോയി കിടക്കാൻ പറയും. അല്ല, വിറഞ്ഞിട്ട് പറയണതാ. അയാൾക്ക് സഹോദരങ്ങളും അതും സഹോദരങ്ങളും മക്കളുടെ കാര്യമൊന്നും തിരക്കണ്ട, അയാൾ സ്വഭാവത്തിൻ്റെ കാര്യങ്ങൾ അത്. അപ്പോൾ പറയാനാണെങ്കിൽ ഇന്നാളൊരു ചെടുത്ത് പറഞ്ഞു, എൻ്റെ അതൊക്കെ പോട്ടെ, അയാളുടെ വായിക്കുമ്പോൾ ഇങ്ങനെ മണവാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വെറുക്കാനാണെങ്കിൽ എത്രയോ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വാട്സപ്പൊക്കെ ഉള്ളല്ലേ, എല്ലാവർക്കും ഉണ്ടല്ലോ ഒരേ വാട്സപ്പ്, ഈ മൊബൈലൊക്കെ ഇല്ലേ, എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. കുറേ പേർക്കുണ്ട് സ്വന്തമായിട്ട്. അപ്പോൾ വെറുതെ ഒരു ഹൈ പറഞ്ഞാണ് ഇപ്പം പിരിഞ്ഞു പോയി. വാട്സപ്പിൽ ഹൈ പറഞ്ഞിരിക്കണം അതെ. അപ്പം ഞാൻ ചോദിച്ചാ, നീ ഒരു വാട്സപ്പിൽ എന്തിനാണ്ടാ ഹൈ പറഞ്ഞു ഇപ്പം പിരിഞ്ഞത്? ഇല്ലച്ചാ, അവൾ രാത്രി 2 മണിക്ക് ഹൈ പറയേണ്ട കാര്യം ഉണ്ടാകുന്നു. എൻ്റെ അമ്മ, സംഭവം സത്യമാണ്. ഞാൻ പറഞ്ഞെടി, നീ 2 മണിക്ക് അവനെ കിടത്തിക്കൊണ്ട് അപ്പുറത്തോട് എന്തിനാണ് നീ ഹൈ പറയാൻ പോയത്? അച്ഛാ, അതൊരു അബദ്ധം പറ്റിയാണെന്ന്. അല്ല, ഞാനിത് ഇപ്പോൾ ഈശ്വരപ്പെടില്ല, ഞാൻ ഈ പൊടിക്കൈ പറയുകയല്ല. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പൊടിക്കൈ പറയത്തില്ല, ആൾക്കാരെ സൂചിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നും ചെയ്യത്തില്ല, കഥ പോലും പറയത്തില്ല. എനിക്കറിയാമല്ലോ, വചനം മാത്രമേ പറയത്തുള്ളൂ. ഈ പറഞ്ഞത് എല്ലാം സത്യമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പം പിരിയാനാണ്, നിൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാതിരിക്കാനാണെങ്കിൽ നമുക്ക് ഒരു 1000 കാര്യമുണ്ട്. അവരുടെ അല്ലെങ്കിൽ അവളുടെ കുറവുകൾ പരിശോധിച്ചുകൊണ്ട് നീ പറയണ മുഴുവൻ സത്യമാണ്. നിൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് നീ പറയണതെല്ലാം സത്യമാണ്. അങ്ങനെ സ്നേഹിക്കാതിരിക്കാനും മാനസികമായിട്ട് അകലാനാണെങ്കിൽ നീ നിൻ്റെ പറഞ്ഞ സത്യങ്ങളിൽ മാത്രം നിലനിന്നാൽ മതി. പക്ഷെ സുവിശേഷം അങ്ങനെയുള്ള സത്യങ്ങളല്ല നിലനിൽക്കുന്നത്. സുവിശേഷം യേശുക്രിസ്തുവാകുന്ന ഒറ്റ സത്യത്തിലാണ് നിലനിൽക്കുന്നത്. കൈ അടിച്ചു കർത്താവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ മർക്കോസിൻ്റെ 10:9 എന്താ വായിക്കുന്നത്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. 1000 കാര്യം പിരിയാനുണ്ട്, 1000 കാര്യം നമുക്ക് ജീവിത പങ്കാളിയെ സ്നേഹിക്കാതിരിക്കാനുണ്ട്. ഒറ്റ കാര്യം മാത്രമേ അവനെ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കാനുള്ളൂ. കാര്യം എന്താണ്? ഞങ്ങളെ കർത്താവാണ് യോജിപ്പിച്ചതെന്ന്. സുധിയുടെ ആ സീരിയാറാമി. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കുടുംബ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കട്ടെ. കർത്താവേ, തിരിയാത്ത സ്നേഹത്താൽ, ദൈവസ്നേഹത്തിന്റെ ശക്തിയാൽ, വിശുദ്ധ കൂദാശകളുടെ ശക്തിയാൽ, തിരുവചനത്തിന്റെ അഭിഷേകത്താൽ കർത്താവേ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നീ നിൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ക്ഷമിക്കണത്, സഹിക്കണത്, പൊരുത്തപ്പെടുന്നത് അദ്ദേഹത്തിന് നിൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടിയല്ല, മക്കളെ ഓർത്തിട്ടല്ല. ഇപ്പം ചെല്ലു പറയത്തില്ല, എൻ്റെ അച്ഛാ മക്കളെ ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ പണ്ട് ഞാൻ വിട്ടുപോയനം. അങ്ങനെ ഒരിക്കലും പറയരുത്. നമുക്ക് ഓർക്കാൻ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. നമുക്ക് ഓർക്കാൻ മക്കളല്ല, മക്കളൊക്കെ കുറച്ച് പിരിഞ്ഞു പോകും. ഞാൻ ഈ നവംബർ 2-ാം തീയതി ആത്മക്കാരുടെ ദിവസം കുഴിക്കൽ പോയി പ്രാർത്ഥിക്കുന്നതാണ്. ഒരേ ഇടവക ഇരിക്കുമ്പോഴേ ഞങ്ങൾക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കറിയാം, ഈ കുഴിക്കലൊക്കെ പൂ വെക്കാതെ ചില കുഴിക്ക് തിരിയില്ലാതെ എന്താ കിടക്കണതെന്ന് ചോദിക്കുമ്പോൾ ആരോഗ്യമില്ലാത്ത ആത്മക്കളാണ്, അല്ലേ എല്ലാവരും ഉള്ള ആത്മക്കളാണെന്ന് പറയും. അത് ഇതിനേക്കാൾ വലിയ പ്രേതങ്ങളായിട്ട് നാട്ടിൽ ചുറ്റി നടക്കുകയാണ്. ആ ദിവസം പോലും പള്ളിയിൽ വന്നൊരു കുർബാന ആ മക്കൾക്ക് വേണ്ടി ചെല്ലത്തില്ല. അപ്പം നമ്മൾ ഈ മക്കളെ ഓർത്തിട്ടാണോ പിരിയാണ്ടിരിക്കണത്? അല്ല, നമുക്ക് ഓർക്കാൻ ഒരു കാര്യമേ ഉള്ളൂ. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ 8:18 റോമ, അതാണ് നമുക്ക് ഓർക്കാനുള്ളത്. മക്കളെ നമ്മൾ ഓർക്കണില്ല, നമ്മൾ ഭാര്യയെ ഓർക്കണില്ല,
മാതാപിതാക്കന്മാരെയല്ല ഓർക്കേണ്ടത്, ഓർത്തു, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് ശാശ്വതമായി ഓർക്കാൻ നിൻ്റെ കർത്താവ് നിനക്കൊരു കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ. അത് റോമ 8:18 നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമാണ്. സുഖ ഹല്ലേലൂയ, യേശു സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചോണ്ട് പാടാം. കഷ്ടങ്ങൾ സാരമില്ല, ആമേൻ. കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിന്നോട് തന്നെ നീ പറയണം, എന്തെങ്കിലും വിഷമതകൾ വരുമ്പോഴേ നിന്നോട് തന്നെ പറയണം, കഷ്ടങ്ങൾ സാരമില്ല. എന്താ അത് ഉടനെ എടുത്ത് വായിക്കണം. റോമ 8:18 എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കഷ്ടങ്ങൾ സാരമില്ല. സാരമില്ല എന്ന് പറഞ്ഞാൽ എന്താ? സാരമില്ല മോളെ, സാരമില്ല മോളെ, സാരമില്ല മോനെ. അത് എന്തൊരു ദൈവത്തിന്, നിൻ്റെ ദൈവം നിനക്ക് തൻ്റെ പൊന്നൂമന മകന് നൽകിയ ദൈവമാണ്. നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് വന്ന് ചുമലത്തട്ടിട്ട് സാരമില്ല മകളെ, സാരമില്ല മകളെ, മകനെ എന്ന് പറയണത്. അതാണ് റോമ 8:18. എന്താ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വം? നീ എന്തെങ്കിലും കണ്ണുനീർ ഇവിടെ ഇട്ട അത് ഞാൻ രത്നമാക്കി തരും മഹത്വത്തിൻ്റെ കാലത്ത്, മഹത്വത്തിൻ്റെ കാലത്തേക്ക്. അതാണ് ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞത്. എന്താ? കർത്താവിൽ പ്രത്യാശ വെക്കുന്നവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ, ആരാധിക്കാൻ യോഗ്യതയുള്ളവൻ, യോഗ്യതയുള്ളവൾ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനേ, അങ്ങേ ഞങ്ങൾ സ്തുതിച്ചു വാഴ്ത്തുന്നു. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. എല്ലാവരും പാടുക. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയിൽ നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയിൽ നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടാം ഞാൻ. ചേർന്ന് പാടാം. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടാം ഞാൻ. കൈകൾ ഉയർത്തിയടിച്ച് നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആമേൻ, ആമേൻ. ആരാധനയ്ക്ക് യോഗ്യരേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യരേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യാശ ഉള്ളപ്പോഴേ നീ എന്താ ചെയ്യേണ്ടത്? ഭാവിയിലേക്ക് നീ പ്രത്യാശിക്കുന്നത് നിൻ്റെ കർത്താവ് നിനക്ക് നൽകുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുക. അപ്പോൾ നീ വർത്തമാനകാലത്ത് നീ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ ക്ലേശങ്ങളുടെ കാലമല്ലേ വർത്തമാനകാലം, ഇല്ലേ? കള്ളക്കേസ് കൊടുത്തവർ, കള്ളക്കേസ് കുടുങ്ങിയവർ, ബിസിനസ് തകർന്നവർ. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. ഇവിടെ അല്ല സാക്ഷ്യം, കോയമ്പത്തൂർ വിജയകുമാറിൻ്റെ പ്രാർത്ഥനാലയത്തിലാണ് സാക്ഷ്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭർത്താവിന് ബിസിനസ് ചെയ്യാൻ അറിയത്തില്ല. ബിസിനസ് ചെയ്യാൻ ഒത്തിരി കാര്യം 10-40 ലക്ഷം കടമായി. ഇപ്പം അധ്യാനം ബിസിനസ് ചെയ്യാൻ അറിയത്തില്ല. കാശ് കൊടുത്താൽ പോയി ചോദിക്കത്തില്ല, സാധനം കൊടുത്താലും പോയി ചോദിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ചോദിക്കാത്ത കാരണം കാശ് കൊടുത്തവരാരും കൊടുക്കണമില്ല. പക്ഷേ ഈ മനുഷ്യൻ ബിസിനസ് എല്ലാം ചെയ്യത്തുമില്ല. അപ്പോൾ വഴക്കിട്ട് ഭാര്യ വീട്ടിൽ പോയി നിന്ന്. കാര്യം എന്താ? പിന്നെയും കടം വരികയാണ്. ഈ മനുഷ്യൻ്റെ കൂടെ ജീവിച്ചിട്ട് പിന്നെയും കടമാണ്. ഇയാൾ വീട്ടിലുണ്ടാകത്തില്ല, കടക്കാരെല്ലാം ഇവളുടെ അടുത്ത് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ഏത് കടക്കാരെ വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പേടിച്ചാൽ എഴുന്നേക്കണത്. അപ്പോൾ അതുകൊണ്ട് അത് അയാളെ പിരിയാനല്ലെങ്കിലും മടുത്ത് പേടിച്ച് പാവം വീട്ടിൽ പോയി നിൽക്കുക. അപ്പോൾ സാറ് പറഞ്ഞ് നീ വന്ന് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞ്.
കലൂർ ആലപ്പുഴ വന്ന് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. അപ്പോഴീ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്, അയാളുടെ പോളിസി ഇതാണ്, ഞാൻ ശമ്പളം കൊടുക്കണവനാണ്, ഞാൻ വാങ്ങിക്കണവനല്ല എന്ന്. എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഉദ്യോഗത്തിന് പോകത്തില്ല, ബിസിനസ് ചെയ്യത്തുള്ളൂ. ബിസിനസ് ചെയ്തിട്ട് എൻ്റെ കീഴിൽ ആൾക്കാരെ വെച്ച് ഞാൻ ശമ്പളം കൊടുക്കും, പക്ഷേ ഞാൻ മേടിക്കത്തില്ല. അതായത് ശമ്പളം കൊടുക്കും, ഞാൻ അടയ്ക്കുന്നത് മേടിക്കത്തില്ല. അപ്പം ശമ്പളം മറ്റുള്ളവർക്ക് മേടിച്ചാൽ ഇങ്ങർക്ക് ഏതാണ്ട് കുറച്ചത് പോലെയാണ്. ഓരോ മനുഷ്യൻ്റെ മനസ്സിരിപ്പേ. ശമ്പളം മറ്റുള്ളവരുടെ മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ തൊഴിലാളിയാണ്, കൂലിക്കാരനാണ്, കൂലി വാങ്ങിച്ചത് പോലെ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അതാണ് വൈഫിനോട് പറയണത്, നീ പോടെ പോയിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ശമ്പളം കൊടുക്കണവനാണ്, മേടിക്കണവനല്ലെന്ന്. കൊടുത്ത് ഇപ്പോൾ 40 ലക്ഷം കടമായി. പക്ഷേ ഈ മനുഷ്യനെ പിരിയാൻ അവൾക്ക് കഴിയുമില്ല. അതുകൊണ്ട് അവൾ ഒന്ന് ഉടമ്പടിച്ചത് അമ്മയോട് പറഞ്ഞു, അമ്മേ, ശമ്പളം കൊടുക്കണ ആളാണ് എൻ്റെ ഭർത്താവ്, പക്ഷെ ഇന്ന് വരെ ആർക്കും കൊടുത്തിട്ടില്ല. അതാ ഒരു മനുഷ്യൻ നിങ്ങൾ അത് സങ്കടം കൊണ്ട് പറഞ്ഞാണ്. കാര്യം പിന്നെയും കടം കൂടുകയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ജോലി കൊടുക്കണം, ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം. അതും പറഞ്ഞ് ഉടമ്പടി ചെയ്ത് കണ്ണീരോടെ പോയി. എൻ്റെ ദൈവമേ, വിത്തിൻ 24 മണിക്കൂർ ആ മനുഷ്യൻ വിളിച്ചെടി, എനിക്ക് ജോലി കിട്ടി, ഞാൻ ജോലിക്ക് പോവുകയാണെന്ന്. ഇപ്പം അമ്മ നിങ്ങളെ ഹൃദയം നൊന്ത് സത്യസന്ധമായിട്ട് അമ്മയോട് പറഞ്ഞാൽ അമ്മ ആ വിഷയത്തിന് തീരുമാനം ഉണ്ടാക്കും. പക്ഷേ എൻ്റെ മക്കളോട് പണി ചെയ്യണം. നിങ്ങൾ ക്ലേശങ്ങളുടെ കാലത്ത്, വർത്തമാനകാലം ഇതാണല്ലോ നമ്മളുടെ. ഇപ്പം നമ്മുടെ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇതല്ലേ. കാരണം അത് 40 ലക്ഷത്തിൻ്റെ കടക്കാർ വീട്ടിൻ്റെ വായിക്കുന്ന മാറണില്ല, അല്ലെങ്കിൽ വേറെങ്കിലും കൊണ്ട് കള്ളക്കേസ് കൊടുത്തിരിക്കണം. ഇങ്ങനെ ഇതാണ് നമ്മുടെ വർത്തമാനകാലം. ഈ വർത്തമാനകാലത്ത് ചിലപ്പോൾ പോലീസ് കേസ്, കോടതി, ഇങ്ങനെ പല കേസുകളും ഉണ്ടാവും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വർത്തമാനകാലത്ത് പോലീസ് വരും, കോടതി ഉണ്ടാകും, കള്ളക്കേസാകും, ചിലപ്പോൾ വിലങ്ങൊക്കെ വെക്കും എന്നൊക്കെ പറയും വർത്തമാനകാലത്തെ. എന്നിട്ട് ഈ വർത്തമാനകാലത്ത് ഇങ്ങനെ എന്തെങ്കിലും ഏടാകുടങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സമയമായിരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. 21-ാം അധ്യായം 13-ാം വാക്യം, ലുക്ക 21:13. ജീവിതം വറച്ചട്ടിയിലാകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനും കിഴക്കോട്ടും തെക്കോട്ടും ഒന്നും പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കെട്ടിലായി കഴിഞ്ഞാൽ, രോഗത്തിൻ്റെ പീഡകളാലും നമ്മൾ ഞെരുക്കത്തിലായി കഴിഞ്ഞാൽ, വാട്ട് വി ഷുഡ് ഡു, നീ എന്താണ് ചെയ്യേണ്ടത്? ഇത് നിനക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സമയമായിരിക്കുമെന്ന്. ദൈവത്തിലെ ഇത് ഭയങ്കരമായ ഒരു ത്രെഡാണ്, ഒരു കച്ചിത്തുരുമ്പാണ്. ഇതിനെ പിടിച്ച് നിങ്ങൾ കയറണം. ഇതെന്താ? ലൂക്കായുടെ സുവിശേഷമാണ് 21-ാം അധ്യായം 13-ാമത്തെ വാക്യം. സങ്കടങ്ങൾ പെരുകുമ്പോൾ, ക്ലേശങ്ങൾ കുറുകുമ്പോൾ നടുക്ക് നിൽക്കണം നമ്മൾക്ക് ഇത് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കുമെന്ന്. എന്നുവെച്ചാൽ എന്താ അർത്ഥം? സാക്ഷ്യം വഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുക എന്ന് വെച്ചാൽ വചനത്തിൽ ഉള്ളത് വചനത്തിന് സാക്ഷ്യം വഹിക്കുക എന്നാണ്. ഇപ്പം നമുക്ക് പല സാക്ഷികളുണ്ട്, വേദസാക്ഷികളുണ്ട്, രക്തസാക്ഷികളൊക്കെ ഉണ്ട്, അല്ലേ? പക്ഷേ പ്രായോഗികമായിട്ട് ജീവിതസാക്ഷി എന്ന് പറയുന്നത് ആരാണെന്നറിയാവോ? ഈ വചനത്തിന് ഇപ്പം അയാൾ, ആ സഹോദരി ഭർത്താവിൻ്റെയൊക്കെ ഒന്ന് ഇയാൾ ബിസിനസ് ചെയ്ത് കടം കയറി വന്നപ്പോൾ സൈക്കിൾ കൊണ്ട് ഇട്ടച്ചും പോയില്ലേ? ഇട്ടച്ചും പോയിട്ട് മാതാവ് അവളെ സഹായിച്ചു, അതല്ല പ്രശ്നം. അവൾ ഇട്ടച്ചും പോകരുത്. എന്താ കാര്യം? അവളുടെ കുഞ്ഞുങ്ങൾ അന്ന് പിന്നെ പള്ളിയിൽ പോകത്തില്ല, അവളുടെ കുഞ്ഞുങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തത്തില്ല, പല പ്രശ്നങ്ങളല്ലേ. പിന്നെ വരാൻ പോണേ എങ്ങനെയാണ്? അവൾ ഇട്ടച്ചും പോയുള്ള കുഴപ്പം എന്താണ്? അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ വളരാൻ വേണ്ടി എൻ്റെ ജീവിതം ഇത്തിരി പ്രാരാബ്ധമാണ്. ഈ ഭർത്താവിൽ നിന്ന് യാതൊരുവിധ വരുമാനവുമില്ല, മനസ്സിനോ ശരീരത്തിനോ ജീവിതത്തിനോ ഒരു വരുമാനമില്ലാതെ വരും. ചില ഭർത്താക്കന്മാരിലൊക്കെ എന്നോട് വന്നിട്ട് കുറേ ചെടുത്തിമാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കുടുംബജീവിതം നടത്തിയിട്ട് 17 കൊല്ലമായി അച്ഛാ. അത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് പറയണത് ചേട്ടന്മാരല്ല പറയണത്, ചേച്ചിമാരാണത് പറയണത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. കാര്യം അത് അവരെന്തുമാത്രം ബാധിക്കുന്നുണ്ടെന്നറിയാമോ? മെഡിക്കലായിട്ട് ബാധിക്കുന്നുണ്ട്. അവരുടെ പല രോഗങ്ങളും ശാരീരിക ബന്ധമില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ്.
ഒരിക്കൽ ശരീരത്തിന് ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ മൊത്തം അപ്സെറ്റാകും, അപ്പ് ഡൗൺ ആകും. അത് ഒരു കൊല്ലാതെ കൊല്ലണം. ഭർത്താക്കന്മാർ കേൾക്കണം ഇത്. അതായത് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങളുടെ ശാരീരികമായ അവകാശം നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിനെ പീഡിപ്പിക്കാം. അതുപോലെ തന്നെ അവിടെ ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകും. ചിലപ്പോൾ മാനസിക രോഗമുണ്ടാകും, ശാരീരികമായ ക്ലേശമുണ്ടാകും. പല തരത്തിലാണ്. അല്ലാതെ ഇത് ശാരീരികമായ സുഖത്തിൻ്റെ വിഷയമൊന്നുമല്ല. അതിനേക്കാൾ ഉപരി ഒരാളെ കൊല്ലാതെ കൊല്ലണ പോലെ പരിപാടിയാണിത്. ഇതൊരു ആരാച്ചാർ ഏർപ്പാടാണ്. അതുകൊണ്ട് ജീവിത പങ്കാളിക്ക് ജീവിത അവകാശങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവനെയോ അവളെയോ നീ കൊല്ലുകയാണെങ്കിൽ നീ കൊലപാതകയാണ്. കർത്താവിൻ്റെ അടുത്തിരിക്കാൻ യോഗ്യനല്ല, ആരാധനയ്ക്ക് യോഗ്യനല്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, വചനബോധ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നത് കർത്താവേ, പ്രബോധനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നത് കർത്താവേ. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും അഭിഷേകത്തോടുകൂടി കർത്താവേ തിരിച്ചറിയായിരിക്കും. പാവനാത്മാവേ, ശൂന്യത നിറയുമി താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമി താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധ പരമതി വികാരണത്തിന് അവസാനമായി എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് സഭയിൽ വേദസാക്ഷ്യമുണ്ട്, സഭയിൽ രക്തസാക്ഷ്യമുണ്ട്. ഇപ്പോൾ അച്ഛനിലൂടെ ഈശോ പറഞ്ഞത് എന്താണ്? സഹനകാലങ്ങളിലെ പ്രാരാബ്ധമായ ജീവിത ചുറ്റുപാടുകൾ, രോഗങ്ങൾ, മറ്റ് പീഡകൾ നിൻ്റെ വർത്തമാനകാലത്തെ, നടപ്പ് കാലത്തെ വേദനിപ്പിക്കുമ്പോൾ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ഈശോ പറഞ്ഞു. എന്താണ്? അത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമാണ്. എല്ലാ സങ്കടകാലങ്ങളും സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നീ തയ്യാറായാൽ, അതിന് പരിശുദ്ധാത്മാവ് നിന്നെ പ്രേരിപ്പിച്ചാൽ നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എന്താ കാര്യം? അത് സാക്ഷ്യം വഹിക്കുന്നവൻ എന്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്? സാക്ഷ്യം വഹിക്കുന്ന വിശ്വാസിക്ക് ഒന്നിനു മാത്രമേ സാക്ഷ്യം വഹിക്കാനുള്ളത്, അത് വചനത്തിനാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. അപ്പോസ്തലന്മാർ ചെയ്ത അതേ ജോലി തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നടപടി പുസ്തകത്തിലെ 1:25 അവർ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും, പ്രൈസ് ദി ലോർഡ്, അത് പ്രഘോഷിക്കുകയും ചെയ്തതിന് ശേഷം ജെറുസലേമിലേക്ക് മടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇപ്പം കർത്താവിൻ്റെ എന്തിനാണ് അവർ സാക്ഷ്യം നൽകിയത്? നടപടി 8:25 എന്തിനാണ് സാക്ഷ്യം നൽകിയത്? കർത്താവിൻ്റെ വചനത്തിന്. പക്ഷേ വചനത്തിന് സാക്ഷ്യം എന്ന് പറയുമ്പോൾ അതൊരു വേദസാക്ഷ്യമാണ്. പക്ഷേ ആ വേദസാക്ഷ്യം ജീവിതബന്ധിയായ വേദസാക്ഷ്യമുണ്ട്. ജീവിതബന്ധിയായ വേദസാക്ഷ്യം എന്ന് പറയണത് നമ്മൾ അതാത് കാലത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് കർത്താവിൻ്റെ അതിനോട് അനുബന്ധിച്ചുള്ള വചനങ്ങളെ, ഇപ്പം ഞാൻ അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ 10:9 എന്താണ്? 10:9 മർക്കോസിൻ്റെ സുവിശേഷം ദൈവം യോജിപ്പിച്ചതൊന്നല്ലേ? ദൈവം യോജിപ്പിച്ചത്. അപ്പം ദൈവം ഇപ്പം എന്തെല്ലാം എൻ്റെ ജീവിത പങ്കാളിക്ക് പരാധീനതകളുണ്ടോ, കുറവുകളുണ്ടോ, അവളെ പിരിയാൻ 1000 കാര്യങ്ങളുണ്ടെങ്കിൽ നിനക്ക് അവളോട് യോജിക്കാൻ, അവൻ്റെ കൂടെ നിൽക്കാനും അവളുടെ കൂടെ നിൽക്കാനും ഒറ്റ കാരണമേ ഉള്ളൂ. അത് നിന്നെ യോജിപ്പിച്ചത് നിൻ്റെ കർത്താവാണ്, നിൻ്റെ ദൈവമാണെന്നുള്ള ആ ദൈവം യോജിപ്പിച്ചതാണെന്നുള്ള ബോധ്യം, മർക്കോസിൻ്റെ 10:9 ബോധ്യം, അതനുസരിച്ചുകൊണ്ട് നീ ത്യാഗം അനുഭവിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സഹനത്തിൽ തന്നെ നിൻ്റെ വീട്ടിൽ നിലനിൽക്കുകയാണെങ്കിൽ നീ കർത്താവിൻ്റെ വചനത്തിനാണ് സാക്ഷ്യം നൽകുന്നത്. കർത്താവിൻ്റെ വചനത്തിന് അങ്ങനെ സാക്ഷ്യം നൽകിയാൽ നീ വേദത്തിൻ്റെ സാക്ഷിയായി. നീ വേദത്തിൻ്റെ സാക്ഷിയായ നീ ദൈവത്തെ മഹത്വപ്പെടുത്തി. നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അപ്പാ ഭൂമി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. യോഹന്നാൻ 14:17-4 അതിനാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ദൈവ പൈതലേ, നിനക്ക് ആരുടെ മഹത്വം വേണം? നാട്ടിന് മഹത്വം വേണം, നാട്ടുകാരുടെ മഹത്വം വേണം, വീട്ടുകാരുടെ മഹത്വം വേണം? ഒന്നുമേ വേണ്ട. നിനക്കൊറ്റ മഹത്വം മാത്രമേ തരത്തുള്ളൂ. അത് മാത്രം മതി. ശാശ്വതമായ മഹത്വം
നിന്റെ കർത്താവ് നിനക്ക് തരുന്ന മഹത്വമാണ്. നിന്റെ കർത്താവ് നിനക്ക് തരുന്ന മഹത്വത്തിന് വേണ്ടി കർത്താവിൻ്റെ കൂടെ സഹിക്കുന്നവന് കർത്താവിൻ്റെ കൂടെ നേടുമെന്ന് പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിന് പീഡനം പറഞ്ഞ പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നുവെന്ന് കൊളോസ്യസ് 1:24 പറഞ്ഞ പോലെ നീ സുവിശേഷത്തിന് സാക്ഷിയാകാൻ വേണ്ടി ഈ സകല സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും നമുക്ക് അതിജീവിക്കാം. അതിശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. പരിശുദ്ധാത്മാവേ കുടുംബത്തെ ശക്തിപ്പെടുത്തണേ. മക്കളെ, ഇത് കൃപാസനമാണ്. പരിശുദ്ധമായ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരുപക്ഷെ ഇന്ത്യയിലെ അപൂർവമായൊരു സ്ഥലം. നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. അമ്മ സന്നിധാനത്തിലേക്ക്. അനേകം സാക്ഷ്യങ്ങൾ നീ കേട്ട് കഴിഞ്ഞു. നീ ഇപ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് എന്നെ അങ്ങയുടെ തിരുസന്നിധാനത്തേക്ക് വിളിച്ചതിന് സ്വസ്ത്രം കർത്താവേ. അവരെല്ലാം സാക്ഷിച്ചതുപോലെ എനിക്കും ഈ വിശുദ്ധ നൽകുന്ന പുണ്യം നൽകുന്ന ആൾത്താരെ കയറിയുന്നുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാൻ സഹായിക്കണമേ കർത്താവെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ഈശോ, രോഗികളെ നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്ന ഈശോയെ. കിഡ്നി രോഗികൾ കർത്താവെ പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവെ, തലവായ രോഗി കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോ 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 കരട് രോഗികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമാശയ രോഗികൾ, കുടൽ രോഗികൾ, പിസ്തുല രോഗികൾ, PCOD രോഗമുള്ളവർ, രക്തസ്രാവക്കാർ കർത്താവെ, നടുവേദന ഉള്ളവർ കർത്താവ്, തോളിന് വേദനയുള്ള കർത്താവ്, തലവേദനയുള്ള കർത്താവ്, മുഴകളുള്ളവർ കർത്താവ്, സിസ്റ്റുള്ളവർ കർത്താവ്, ക്യാൻസർ രോഗികൾ കർത്താവ്, എയ്ഡ്സ് രോഗികൾ കർത്താവ്, ഈശോ അസ്ഥി രോഗികൾ കർത്താവ്, പേസ്റ്റ് രോഗികൾ കർത്താവ്, വാദ രോഗികൾ കർത്താവ്, യേശു ക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. സുഖപ്പെടുത്തിയവർ നന്ദി പറയുന്ന കർത്താവേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വിട്ടി രോഗങ്ങൾ സുഖപ്പെടുത്തിയവർ നന്ദി പറയുന്നു. ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ പിൻകഴുത്തിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് മിന്നിപ്പിടിക്കാം. മിന്നിപ്പിടിക്കുമ്പോൾ കാത് അടഞ്ഞു പോകും. കാടിൻ്റെ ഉള്ളിൽ സൂചി കൊണ്ട് കുത്തിയ വേദനയും ഉണ്ടാകും. അപ്പം കണ്ണിൻ്റെ കാഴ്ച മങ്ങണ പോലെയും തല ചെറുതായിട്ട് പാറ്റം പോലെയും തോന്നും. ഈ രോഗത്തെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുന്ന ശ്രുതിയുടെ ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ടോൺസിലൈറ്റ് രോഗികളെ, രോഗികളെ, തൈറോയിഡ് രോഗികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ, ഹൃദയ രോഗികള്, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, പാൻക്രിയാസിന്റെ രോഗികള്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, സർപ്പ രോഗങ്ങള് മാറിപ്പോടെ. രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ചുവന്ന പൊട്ടുകള് പിന്നീട് അത് കറുത്ത പൊട്ടുകളായി മാറും. അത് ചിലപ്പോൾ ഈ വളരെ ചെറിയ ഒരു ഉണക്ക മുന്തിരിങ്ങ പോലെ വരും. അത്
ആ രോഗം ത്വക്ക് രോഗമാണ്. കർത്താവ് സുഖപ്പെടുത്തുന്നു. സുഖയുടെ ആശീർവാദം. അരിസസ് രോഗികളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അരിസസ് രോഗം മാത്രമല്ല, മലദൂരത്തിലൂടെ വരുന്ന ചോര, അതുപോലെ തന്നെ മാംസപിണ്ഡങ്ങൾ, അങ്ങനെ പല രോഗങ്ങളില്ലേ, അതെല്ലാം ഈശോ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖയുടെ ഹല്ലേലൂയ. വൻകുടലിനെ ഈശോ കാണിക്കുന്നുണ്ട്. വൻകുടലിലുള്ള കുഴപ്പം, അതിൻ്റെ ഭിത്തികളിലുള്ള രക്ത ഓട്ടം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ നിറം കറുത്തുകൊണ്ടിരിക്കുന്ന കാലാന്തരങ്ങൾ അത് ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ടി വരുമായിരിക്കും. പക്ഷേ കർത്താവ് ഇപ്പോൾ വൻകുടലിനെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, ജോലി ഇല്ലാത്തവരെ, വരുമാന മാർഗമില്ലാത്തവരെ, സാമ്പത്തിക ക്ലേശക്കാര്, നൈപുണ്യ പരീക്ഷ, മത്സര പരീക്ഷ, യോഗ്യതാ പരീക്ഷ, പല പരീക്ഷകളിലും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരെ, ആത്മവിശ്വാസം പോയവരെ, പരീക്ഷകളുടെ ഫലം പ്രതീക്ഷിക്കുന്നവരെ കർത്താവിന്റെ ശക്തിയാൽ നിറയട്ടെ. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Thank you, Jesus. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ ഉൾപ്പെടെ. ഉടമ്പടി ചെയ്യാത്തവരാണെങ്കിൽ അവരാദ്യം എന്തിനു വേണ്ടിയാണോ കർത്താവിൻ്റെ ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്നത് ആ ജീവിത വിഷയങ്ങൾ പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം മുമ്പുള്ള പ്രാർത്ഥനയാണ്. കരളൊരുക്കി കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കേണ്ട സമയമാണ്. ഇതിന് എനിക്ക് സാക്ഷ്യം പറയാൻ കർത്താവ് അൾത്താരെ കയറി എന്ന് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. രക്തസ്രാവക്കാരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. അടിവയറ്റ് മുഴ തള്ളി വരുന്നവരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. മൂക്കിൽ നിന്ന് ഒലിപ്പുള്ളവരെയും മൂക്കിൻ്റെ പാലങ്ങൾ ദ്രവിച്ചു തീരുന്നവരെയും അഴുകി മാറുന്നവരെയും കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ചെന്നിക്ക് കുത്തുവേദനയുള്ളവരെയും, അതായത് ചെവിയുടെ ഫ്രണ്ടിലെ മുകളിലെ ചെന്നിക്ക് ഭയങ്കര പൊള്ളു പോലെ ഉള്ള വേദനയുള്ളവരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. മൗനമായി പ്രാർത്ഥിക്കട്ടെ. മക്കളെ നേർച്ച വസ്തു എടുക്കുക. സന്തോഷമായി നേർച്ച വസ്തു എടുക്കുക. ഇപ്പോഴും നിങ്ങൾ മൗനമായി പ്രാർത്ഥിച്ച കാര്യം അച്ഛൻ അവസാനം ആശീർവദിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ഓർക്കണം. സത്യമായും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സഹായിക്കാം. ഇപ്പോഴും നിങ്ങൾ മൗനമായി പ്രാർത്ഥിച്ച കാര്യം അച്ഛൻ ആരാധന എടുത്ത് ആശീർവദിക്കുമ്പോൾ മക്കൾ വീണ്ടും കർത്താവിനോട് പറയണം. പത്രം വാങ്ങിക്കാത്തവർ വാങ്ങിക്കുക. ഉടമ്പടി എടുത്താലും ഇല്ലെങ്കിലും കൃപാസനത്തിലെ ഏറ്റവും വലിയ നേർച്ചയാണ് പ്രേക്ഷിത പ്രവർത്തനം, പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. അതിൻ്റെ ഉദ്ദേശം ഈശോനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. മാതാവ് ഇവിടെ കേട്ട സാക്ഷ്യങ്ങളിൽ ഓർക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും പത്രത്തിനെ പോലും സൗഖ്യത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് ഈശോ മാറ്റിയിരിക്കുകയാണ്. ഈ പത്രം വായിച്ചാണ്
കർത്താവിനെ എല്ലാവരും അറിയണത്. അതുകൊണ്ടാണ് സാക്ഷ്യം പറയുമ്പോൾ അവർ പറയണത്, ഞങ്ങളുടെ തകർന്നു പോയൊരു സമയത്താണ് ഈ പത്രം ഞങ്ങളുടെ കൈ കിട്ടിയതെന്ന്. അവിടെ കൈ കിട്ടിയതല്ല, നിങ്ങളെപ്പോലുള്ളവർ കൊണ്ടേ കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ പത്രം വാങ്ങിച്ച് 100 200 നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം കരുതണം. കാര്യം ഈ പത്രം കണ്ടാൽ തീർച്ചയായിട്ടും ഏത് നിഷേധിയാണെങ്കിലും കർത്താവിനെ തിരക്കി വരും. ഈശോ ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് 100 വാക്കിൽ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യങ്ങളാണ്. പ്രത്യേകിച്ച് കൃപാസനത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾക്കറിയാം. ആധുനിക വർത്തമാനകാല മനുഷ്യൻ അനുഭവിക്കുന്ന പുതിയ കാലത്തെ വെല്ലുവിളികളെയാണ് മാതാവ് ഇടപെടുന്നത്, സൗഖ്യവും ശക്തിയും നൽകണത്. അതുകൊണ്ടാണ് അഭ്യസ്തവിദ്യരും പുതിയ കാലത്തെ ഒത്തിരി ചെറുപ്പക്കാരും ഒക്കെ കാൻഡിൽ ലൈറ്റ് പ്രേയറിലൂടെയും അല്ലാതെയും ഉടമ്പടി പ്രാർത്ഥനയുടെയും അല്ലാതെയും സാക്ഷ്യം പറയണത്. കാര്യം പുതിയ കാലത്തെ മനുഷ്യൻ്റെ എല്ലാ സാങ്കേതിക സംഘർഷങ്ങളെയും സഹന സാഹചര്യങ്ങളെയും അമ്മ കയ്യോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പൂർണ്ണമായി മണ്ണ് ചവിട്ടിയാൽ തീർച്ചയായിട്ടും അമ്മ എന്നെ അനുഗ്രഹിക്കുന്ന പൂർണ്ണമായി വിശ്വസിക്കാം. പക്ഷെ പ്രാർത്ഥന ഒരു കാരണവശാൽ മക്കൾ മുടക്കരുത്. പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവൃത്തിയുണ്ട്, അരമണിക്കൂർ വചന വായനയുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന 1 മാസം ഇവിടെ വന്ന് കൂടണം. ബാക്കി എല്ലാ പ്രാർത്ഥനകളും, ബാക്കി 5 പ്രാർത്ഥനയുണ്ട് വചനം പഠിക്കാൻ, അത് ലൈവായിട്ട് വീട്ടിൽ ഇരുന്ന് കൂടണം. അതിനാണ് അച്ഛൻ്റെ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, കൃപാസനത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളത് ഇന്ന് തന്നെ ഷെയർ ചെയ്യണം. അതെങ്ങനെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ഈ പത്രത്തിൽ അതിൻ്റെ ഫോർമാറ്റുണ്ട്. എങ്ങനെയാണ് കൃപാസന? അപ്പോൾ അച്ഛൻ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ മുറിയിൽ, നിങ്ങളുടെ വണ്ടിയിലിരുന്ന് നിങ്ങൾക്ക് അച്ഛൻ്റെ ടോക്ക് ലോകത്ത് എവിടെയായിരുന്നാലും കേൾക്കാം. ഈ ആരാധന കേൾക്കാം, സാക്ഷ്യം കേൾക്കാം, പ്രാർത്ഥന കൂടാം. അപ്പം നിങ്ങളത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാറിലിരുന്ന്, വണ്ടിയിരുന്ന്, കിച്ചണിലിരുന്ന്, കമ്പനി ഇരുന്ന്, നിങ്ങൾ മൊബൈലിൽ അത് കൂടുമ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ട് വലിയ അതിന് ഏറ്റവും എളുപ്പം നല്ല കാര്യം പോലെ. അതുപോലെ തന്നെ കാൻഡിൽ ലൈറ്റ് കൃപാസനം ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഏത് ഭൂഖണ്ഡത്തിൽ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. അത് 2-ാം പേജിൽ അതിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. അത് ലൈറ്റ്നിങ് ഇടിമിന്നൽ ഇറങ്ങണ പോലെയാണ്, അത്രയും സ്പീഡായിട്ടാണ് അതിൻ്റെ സാക്ഷ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റണത്. കൃപാസനം ഒരിക്കലും അറിയാത്ത ആൾക്കാരൊക്കെയാണ് അതിലൂടെ നമ്മുടെ കൺസ്ട്രക്ഷനെ വരെ സഹായിക്കുന്ന രീതിയിൽ അവരെ അമ്മ സഹായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കർത്താവിന് കൃപാസനത്തിൽ വന്നാൽ ഓർക്കുക, എനിക്ക് കർത്താവൻ ഞാൻ വിശുദ്ധീകരിക്കപ്പെടും. വിശുദ്ധീകരണത്തിലൂടെ ശക്തീകരണം, ദൈവശക്തീകരണം. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാകും, അറിയാത്ത അറിയിക്കും, അറിഞ്ഞവരെ ആഴപ്പെടുത്തും. അതിനാണ് ഈ 50, 100 പത്രവും വാങ്ങിക്കണത്. ഇപ്പം ചില ആൾക്കാർ അതുകൊണ്ട് പള്ളികളിൽ വെക്കുന്നുണ്ട്. പള്ളികളിൽ വെക്കേണ്ടെന്ന്, അതായത് നിങ്ങളെപ്പോഴും ഓർക്കണം, ചില പള്ളികളിൽ കുറച്ച് വീട്ടുകാരേ ഉള്ളൂ, പക്ഷേ ഒത്തിരി ആൾക്കാർ അവിടുന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. അത് കാരണം എല്ലാവരും കൊണ്ട് പള്ളി വെച്ച് കഴിഞ്ഞാൽ ആ അച്ഛൻ എടുത്ത് കത്തിച്ച് കളയും. തമാശയോടെയല്ല, അങ്ങനെ പഴയ പത്രം അതൊക്കെ നമുക്ക് കേടാണ്. നമ്മൾ ചെയ്യണം ജോലിക്ക് വെളുക്കാൻ തങ്ങനെ പാണ്ടാകും. അപ്പം അതുകൊണ്ട് നിങ്ങൾ തന്നെ വീട് വിടാൻ തോറും കൊണ്ടുനടന്ന് കൊടുക്കണം. അത് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ അക്രൈസ്തവ സഹോദരങ്ങൾ പോലും അങ്ങനെയല്ലേ ശുശ്രൂഷ ചെയ്യണത്. ഇപ്പോൾ സാക്ഷ്യം വഹിക്കണത് സകല സാഹചര്യങ്ങളിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ അതിന് ഭയങ്കര ചൈതന്യം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സഭ കുറച്ച് സങ്കടപ്പെടുന്ന കാലമാണ്. സങ്കടപ്പെടുന്ന കാലമാകുമ്പോൾ നമ്മൾ പറന്ന് വിട്ടും മുറിവുകൾ വകവെക്കാതെ വിട്ടും. കാര്യം എന്താണ്? ഇത് സെബസ്ത്യാനോസിൻ്റെ സഭയാണ്, ഇത് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും സഭയാണ്. ഇത് സാക്ഷ്യത്തിലൂടെ നമ്മൾ മുന്നേറും. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലാണ് ദൈവം ഏറ്റവും കൂടുതൽ സഭയിൽ പ്രവർത്തിക്കാൻ സാധ്യത. അതുകൊണ്ട് എല്ലാവരും ഉശിരോടുകൂടി സാക്ഷ്യം വഹിക്കാൻ നോക്കുക. സമാപന ആശീർവാദമാണ്. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. ഒരറിയിപ്പ് കൂടിയുണ്ട്. അതായത് മാല ഇപ്പോൾ 2 പ്രാവശ്യം മാല മാത്രം കക്കാൻ വേണ്ടി കള്ളന്മാർ വരുന്നുണ്ട്, ആളെപ്പോഴും കൂടുന്ന കാരണം. അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കണം. അപ്പോൾ ആൾക്കാരെ ആരെങ്കിലും മിസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ മിസ് ചെയ്ത് ആളെ കിട്ടി, പക്ഷെ അതല്ല,
ആൾക്കാർ കയ്യിൽ നിന്ന് വിട്ടുപോകുകയെ കൂട്ടം തെറ്റിപ്പോയാൽ അപ്പം തന്നെ ഓഫീസിൽ വരണം. കറങ്ങി നടക്കരുത്. ആരുടെയെങ്കിലും മകളെ മകനെ നാത്തുവിനെ ആരെങ്കിലും കൈമോശം വന്നു പോയാൽ നേരെ ഓഫീസിൽ വന്നേക്കണം. അല്ലാതെ നിങ്ങൾ കറങ്ങി നടക്കരുത്. അപ്പം ഞങ്ങൾ വിഷമിച്ചു പോകും. കഴിഞ്ഞ പ്രാവശ്യം 11 മണി വരെ ആളെ കാണാൻ ഇവിടെ ഇരുന്ന് ആൾക്കാർ. അങ്ങനെ ചെയ്യരുത്. ഇപ്പോഴേ മുമ്പ് നിങ്ങൾ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയങ്ങൾ വീണ്ടും ഓർക്കുക. അതിനിപ്പോൾ ആശീർവാദം തരുന്ന സമയത്ത് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. സുധികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിലോർത്ത നിയോഗങ്ങൾ കരകൾ ഉയർത്തി, ദർശ വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ നിങ്ങൾ മനസ്സിൽ കണ്ട എല്ലാ നിയോഗങ്ങളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സമർപ്പിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ നിരവധിയായ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ഉടമ്പടിയിലെ നിയോഗങ്ങൾ ഞങ്ങൾ ആരാധന മധ്യത്തിൽ കർത്താവേ അഭിഷിക്തൻ പറഞ്ഞതനുസരിച്ച് കർത്താവേ ഞങ്ങൾ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ച നിയോഗങ്ങൾ കർത്താവെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു, എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു, എല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു, എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, 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 യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.